എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 5 ആയ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന ലെസൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇ ബിസിനസ് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഈ ബിസിനസ് എന്ന് ആദ്യം നോക്കാം കേട്ടോ. ഈ ബിസിനസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു കണ്ടക്ട് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ എന്താണ് ഈ ബിസിനസ്? ഈ ബിസിനസ്സിൽ മെയിനായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ്സോ ട്രേഡോ കൊമേഴ്സോ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ബിസിനസ് എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ്, ഈ ബിസിനസ് ഈസ് മോർ കംപ്രഹെൻസീവ് ഫ്രേസ് that encompasses a wide range of electronic business transactions and services, including the more well known as e-commerce operations. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്കറിയാമല്ലോ എന്താണ് ഈ ബിസിനസ്. ഇലക്ട്രോണിക് ബിസിനസ് ആണല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് പരമായിട്ട് കുറേ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്. എന്തൊക്കെയാണ് ഈ ബിസിനസ് കൊണ്ടുള്ള സ്കോപ്പ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കണം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആസ് വെൽ ആസ് മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് സച്ച് ആസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ക്യാൻ ബി പെർഫോംഡ്. അപ്പോൾ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സായിട്ട് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് പുറമേ പ്രൊഡക്ഷനും ഫിനാൻസും മാർക്കറ്റിംഗും അതുപോലെ തന്നെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനോ മറ്റും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ക്യാൻ ബി. ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയാം കേട്ടോ. ഈ ബിസിനസ് എന്തിൻ്റെ ബേസിലാണ്? ബേസിക് ഓഫ് ബിസിനസ്സിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് ആണ് സ്കോപ്പ് ഓഫ് ബിസിനസ് ഓൺ ദി ബേസിസ് ഓഫ് പാർട്ടീസ്. പാർട്ടീസിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളാണ് B2B, B2C, ഇൻട്രാബി എന്ന് പറയാം കേട്ടോ. നമുക്കറിയാമല്ലോ B2B എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ് ടു ബിസിനസ് ആണ്. അതുപോലെ തന്നെ B2C എന്ന് വെച്ചാൽ ബിസിനസ് ടു കൺസ്യൂമർ ആണ്, ഇൻട്രാബി കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂന്ന് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് B2B കൊമേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ടു ബിസിനസ്. അതുപോലെ തന്നെ B2C എന്ന് പറയുന്നുണ്ട് കേട്ടോ. B2C എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ ആണ്. അപ്പോൾ അതെന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയുന്ന ഒരു ടേം ആയിരിക്കും അല്ലേ. പിന്നെ ഇൻട്രാബി കൊമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ് ഇൻട്രാബി എന്നും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് C2C എന്ന് പറയാം കേട്ടോ. C2C എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എന്താണ് C2C? കൺസ്യൂമർ ടു കൺസ്യൂമർ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താണ് അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസ് ഒക്കെ എഴുതുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈസി ഓഫ് ഫോർമേഷൻ എങ്ങനെയാണ്? ട്രഡീഷണൽ ബിസിനസ് ഡിഫിക്കൽട്ടാണ്, ഈ ബിസിനസ് സിമ്പിളാണ്, കാരണം അത് ഓൺലൈൻ ബിസിനസ് ആണല്ലോ. പിന്നെ ഫിസിക്കൽ പ്രസൻസ് എന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിന് ആവശ്യമാണ്, പക്ഷേ ഈ ബിസിനസ്സിൽ ആവശ്യമില്ല അല്ലേ. പിന്നെ എന്താണ്? കോസ്റ്റ് ഓർ സെറ്റിംഗ് അപ്പ് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെയാണ്? നേച്ചർ ഓർ കോണ്ടാക്ട് വിത്ത് ദി സപ്ലയേഴ്സ് ആൻഡ് ദി കസ്റ്റമേഴ്സ് ആണ്. നേച്ചർ ഓഫ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊക്കെ നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസി ടു സെറ്റപ്പ് ആണ്. സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചീപ്പർ ദാൻ ട്രഡീഷണൽ ബിസിനസ് ആണ്. നോ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആണ്. ഫ്ലെക്സിബിൾ ബിസിനസ് ഹവേഴ്സ് ആണ്. അതായത് നമ്മൾ ഓൺലൈൻ ബിസിനസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈമിന് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ കൂടാണ്. നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻസ് ഓഫ് ഈ ബിസിനസ്. എല്ലാത്തിനും അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സാമിന് വരിക. ഒന്നിൽ അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നിങ്ങൾ നോക്കുക. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്, അതായത് പേഴ്സണൽ ടച്ച് അവിടെ ഉണ്ടാവില്ല. ഡെലിവറി ടൈം എന്ന് പറയുന്നത് അത് കുറച്ച് സീനുള്ള പരിപാടിയാണ് അല്ലേ, കാരണം ഇത്ര ദിവസം അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ്. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കുക. എങ്ങനെയാണ്? ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം, പിന്നെ പ്ലേസിങ് ആൻഡ് ഓർഡർ, പിന്നെ പേയ്മെൻറ്റ് മെക്കാനിസം ആണ് കേട്ടോ. പിന്നെ 3 സ്റ്റെപ്പ് ഞാനിവിടെ ഡിഫൈൻ ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിക്കൊന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചുകൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് 3 എണ്ണത്തിൻ്റെയും
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഈ ബിസിനസ് റിസ്ക്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ലെസൺ തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഈ ബിസിനസ് റിസ്ക് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻ റിസ്ക് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു 3 പോയിന്റ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. 3 അറിഞ്ഞില്ലെങ്കിൽ ഒരു 2 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ അറിഞ്ഞ് അതുപോലെ തന്നെ പഠിക്കാൻ കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്. ഡാറ്റ സ്റ്റോറേജും ട്രാൻസ്മിഷൻ റിസ്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെയാണ് റിസ്ക് ഓഫ് ത്രെറ്റ്സ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി ഇൻക്ലൂഡ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ലെസണിൽ നോട്ട്സ് എന്ന് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡിസംബർ ആ ഒരു മാസത്തിലെ എക്സാം ആണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 10 days ചലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സബ്ജക്റ്റ് 10 days കൊണ്ട് ഫിനിഷ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസിയും ട്രിക്കി ആയിട്ടുള്ള മെത്തേഡ്സിലായിരിക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക. പിന്നെ നമ്മുടെ ടൈമും കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ ടൈം കംഫർട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളിവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി പേഴ്സണലി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനൊരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും 65 എബോവ് മാർക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും, ഞാൻ ഷുവറായിട്ട് പറയണേ. കാരണം നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് മാത്രമാണ് കേട്ടോ ആ ഒരു ക്ലാസ്സസിൽ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.